ബഹുമാനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, മണ്ണാർക്കാട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആദരണീയ ചെയർമാൻ ശ്രീ പി കെ ശശി അവറുകൾ, ആദരണീയനായ നമ്മുടെ MLA അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ, യോഗത്തിൽ സ്വാഗതം ആശംസിച്ച ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ശ്രീ മനോമോഹൻ, ആദരണീയനായ മണ്ണാർക്കാട് എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ഡോക്ടർ കെ കമ്മപ്പ, ബഹുമാനായ മുനിസിപ്പൽ ചെയർമാൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ, ഈ വേദിയിൽ സദസ്സിനുള്ള ഈ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഈ കോളേജിലെ വിദ്യാർത്ഥികളായ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ഇന്ന് ഈ വിജയോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റത്തിൻ്റെ കാലം, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമ്മൾ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം വിദ്യാഭ്യാസ ഡിഗ്രി കോഴ്സുകൾക്കൊന്നും ആളില്ല. കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. എന്താണ് കോഴ്സ് എന്ന് പോലും മനസ്സിലാക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കയറ്റി അയക്കുകയാണ്. 40-50 ലക്ഷം രൂപ കൊടുത്ത് വിദേശ രാജ്യങ്ങൾ പഠിച്ചു കിട്ടുന്ന ഈ പല ഡിഗ്രിയും ലോകത്തെവിടെയും സ്വീകാര്യമല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ഏജന്റുകളും സഹായികളുമായൊക്കെ വന്ന് കുട്ടികളെ മെറിറ്റ് നോക്കാതെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുകയാണ്. അവിടെ ചെന്ന് പഠിക്കാൻ ചേരുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്, ഏത് കോളേജാണ്, അതിൻ്റെ നിലവാരം എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല. ഓസ്ട്രേലിയയിൽ ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ എന്നോട് അവിടെയുള്ളൊരു സുഹൃത്ത്, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു സുഹൃത്ത് നമ്മുടെ ലോക കേരള സഭയ്ക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, സൂക്ഷിച്ച് വരണം സാർ അങ്ങോട്ട്. ഞാൻ യൂറോപ്പിൻ്റെ ചുമതല ഇരിക്കാൻ, യൂറോപ്പിൽ നിന്ന് വന്ന പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്ന ചുമതല. അവരെ യൂറോപ്പിൽ, ഇംഗ്ലണ്ടിൽ നിന്ന്, ലണ്ടനിൽ നിന്ന്, അവിടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ പറയുന്ന, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നവരും പറയുന്നു. ഓസ്ട്രേലിയ പറയുന്നവർ വളരെ അപകടകരമായ കാര്യം. യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണാർക്കാട് കാണുന്ന ഒരു ലോഡ്ജിൻ്റെ 2 മുറിയെ കാണും. സാധാരണക്കാരൻ ഒരു ലോഡ്ജ് മുറിയുടെ 2 മുറികൾ ചേർന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവരും സർട്ടിഫിക്കറ്റ് അടിക്കുന്നുണ്ട്, അവരും കൊടുക്കുന്നുണ്ട്, അവർ കോഴ്സ് നടന്നുണ്ട്. ധാരാളം കുട്ടികൾ അത്തരം കോഴ്സുകൾ പഠിച്ചിട്ട് ഈ ഡിഗ്രിക്ക് യാതൊരു യോഗ്യതയുമില്ലാതെ ലോകത്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് വന്ന പ്രതിനിധികൾ ആദ്യം ആവശ്യപ്പെട്ടത്, ദേവി ഇത് കാര്യം മനസ്സിലാക്കാതെ ഇവിടുന്ന് കുട്ടികളെ അങ്ങോട്ട് കയറ്റി വിടരുത്. അപ്പം തന്നെ നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ ഒക്കെ ഒരു വംശീയ വിദ്വേഷം, വെളുത്തവരും കറുത്തവരും തമ്മിലൊരു വർഗീയ വിദ്വേഷം ഈ 21-ാം നൂറ്റാണ്ടിലും ഉണ്ടായി. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളെല്ലാം ആശങ്കപ്പെട്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കാൻ പോയിരിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും മോശം ഉണ്ടാകുമോ എന്ന ഭയം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടായി. അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഇന്ത്യക്കാരെയും, പഠിക്കാൻ വന്ന ഇന്ത്യക്കാരെയും, മറ്റു രാജ്യത്തു നിന്നുള്ളവരെയും എല്ലാം ആക്രമിക്കുന്ന ഒരു സമീപനം അവിടെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ആശങ്കപ്പെട്ടു. ഒരു രക്ഷകർത്താവും നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ദൂരെ അയച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പോകുമ്പോൾ ലഭിക്കേണ്ട ഡിഗ്രി എന്ന് പറയുന്നത് അത്ര വലുതായില്ല. നമുക്കറിയാം, ഉക്രൈനിൽ യുദ്ധം വന്നു. ആയിരക്കണക്കിന് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവിടെ MBBS പഠിച്ചത്. അവരെ ഇവിടെ എത്തിക്കാൻ നമ്മൾ എത്രമാത്രം പാടുപെട്ടു. അവരെത്തുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ എന്തുമാത്രം വിഷമം, വേദന അനുഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കും. ഭാഗ്യവശാൽ അവരെ സുരക്ഷിതരായി നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവരുടെയൊക്കെ തുടർ വിദ്യാഭ്യാസം എന്താണ് എന്നാരും പിന്നെ പറഞ്ഞില്ല. അവിടെ വെച്ച് കാര്യം കഴിഞ്ഞു. 1-ാം വർഷം പഠിച്ചവരുണ്ട്, 4-ാം വർഷം പഠിച്ചവരുണ്ട്. അവരെ തുടർ വിദ്യാഭ്യാസം പറ്റി ഇപ്പോൾ ഒന്നും പറഞ്ഞ് കേൾക്കുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റികളിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും, കേരള യൂണിവേഴ്സിറ്റി ആയാലും, MG യൂണിവേഴ്സിറ്റി ആയാലും തൊഴിലധിഷ്ഠിതമായ പുതിയ ഡിഗ്രികളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കുറേശ്ശെ പോയാൽ പോലെ പെട്ടെന്ന് തന്നെ ഒരു ട്രാൻസിഷൻ ആവശ്യമാണ്. ഈ ഒരു പ്രതിസന്ധിയുടെ കാലത്താണ് മണ്ണാർക്കാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഉടമസ്ഥ യൂണിവേഴ്സൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകും. ഞാനും ഒരു തിരുവനന്തപുരത്തെ കോപ്പറേറ്റീവ് കോളേജിൽ പഠിച്ചിരുന്ന ആളാണ്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രൗഢി ഇന്ന് ആ സ്ഥാപനത്തിലില്ല. പക്ഷേ ആ സ്ഥാനം നിലനിർത്തുന്നു, അതിന് ഭരണാധികാരികൾ നിലനിർത്തുന്നുള്ളൂ. പക്ഷേ എന്നെ ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടത്, കേരളത്തിലെ ഏറ്റവും കുട്ടികൾ പഠിക്കുന്ന, ഏറ്റവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉടമസ്ഥരായിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി മണ്ണാർക്കാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണെന്ന് പറയുന്നത് വളരെ സന്തോഷവും അഭിമാനവും.
ശ്രീ വി.കെ. ശശിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം എൻ്റെ സഹോദരനാണ്, കൂടപ്പിറപ്പിനേക്കാൾ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ആ ബന്ധത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്തത്ര ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഒരു 1-2 ആഴ്ച കൂടുമ്പോഴും ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ 3 പേരും പരസ്പരം വിളിക്കുകയും വിശേഷങ്ങൾ പറയുകയും ചെയ്യും. ഈ അടുത്ത കാലത്തായി കാണുന്ന ചില TV വാർത്തകളും മറ്റും ചില മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കുന്ന വാർത്തകൾ തികച്ചും തള്ളിക്കളയേണ്ടതാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അടുത്ത് നിന്ന് മനസ്സ് പങ്കുവെച്ച് അടുത്ത് നിന്ന് സഹകരിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനെയും സ്നേഹനിധിയായ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കും. ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഈ മേഖലയിൽ പാലക്കാട് എന്ത് കുടുംബ വഴക്കുണ്ടായാലും സ്വത്ത് തർക്കമുണ്ടായാലും എല്ലാത്തിനും ഞാൻ ഉടനെ വിളിക്കുന്ന ആരാ? വി.കെ. ശശിയേട്ടനെ വിളിക്കാൻ. അദ്ദേഹം വിചാരിച്ചാൽ നടക്കും, സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും. ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയില്ലാതെ, സ്നേഹത്തിൻ്റെ ഭാഷയില്ലാതെ പറഞ്ഞ് പല കാര്യങ്ങളും സാധിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സമവായം ഒരു പരിധിവരെ ഞാൻ ഈ മീഡിയേഷൻ ഇരിക്കാൻ പറ്റിയ ആളല്ല. ഞാൻ കുറച്ച് മടുക്കും. പക്ഷെ അതല്ല, ക്ഷമയോടെ ഇരുന്ന് അത് പരിഹരിച്ചു കൊടുക്കാൻ പലരും എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കും. കൃത്യമായി അവരെ സഹായിക്കും. അത് പോലീസ് കേസാണെങ്കിലും എന്ത് കാര്യം, അദ്ദേഹം MLA അല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒരു സ്നേഹത്തോടെയുള്ള സമീപനമുണ്ട്. ആരാണ് വന്നത്, അവരുടെ രാഷ്ട്രീയം വന്നത്, അദ്ദേഹം പ്രസംഗിച്ചതല്ല പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവരുടെ രാഷ്ട്രീയം, ഈ വേദിയിലിരിക്കുന്നവരുടെയും സദസ്സിലിരിക്കുന്നവരുടെയും രാഷ്ട്രീയം നോക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയാണ്. MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിൽ മുന്നിലാണ് എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നത്. തരികിട പാർട്ടികളിൽ നിന്ന് ഞാൻ അടുപ്പിക്കുന്ന സ്വഭാവം എനിക്കില്ല. അത് ചിലർക്ക് തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ചില ആളുകളെ പറ്റി പറയുമ്പോൾ മനുഷ്യന് ആകാംക്ഷ ഉണ്ടാകും, എന്താണ് അയാളെ പറ്റി പറയുന്നത് ചാനലിൽ കാണുമ്പോഴത്തേക്ക്. അതൊരവസരമായി ഉപയോഗിക്കുക. ഇപ്പോൾ ആപത്തായി മാറിയിരിക്കുകയാണ്. നമുക്ക് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മളെ കാറ്റ് പോയത് തന്നെ. ഏതൊരു മനുഷ്യനും ഈ നാടിന് നന്മ ചെയ്താൽ നമ്മളെല്ലാം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നന്മ ചെയ്യാൻ ഒരുത്തൻ ഒരുങ്ങിയാൽ അവനെ വേറെ പിണ്ണാക്ക് കേസുകളുമായിട്ട് വന്ന് മെനക്കെടുത്താൽ നമുക്ക് സത്യമല്ലയോ? പേരെടുത്ത ഒരുത്തനെ പറ്റി ഒരു പരാതി പറഞ്ഞാൽ, ഒരു പ്രസ്താവന കൊടുത്താൽ എല്ലാ പത്രത്തിലും അടിക്കും. കായുള്ള മരത്തിൽ കല്ലെറിഞ്ഞാലേ ആരണ്ട് എറിഞ്ഞെന്നറിയും. അല്ലാതെ പഴമില്ലാത്ത മരത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞാൽ ആരെങ്കിലും അറിയുമോ എന്തോ ഇത് നടക്കുന്നത്? അതോ രക്തം കല്ലുറക്കി എറിയുന്ന ഭ്രാന്താന്തിയായിരിക്കും. ഇതൊരു തരം ഭ്രാന്താണ്. ഈ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വി.കെ. ശശിയുടെ പ്രവർത്തനങ്ങൾ, അതിനെ കൈവാരി തേക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ സത്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യമേ ജയിക്കുള്ളൂ. സത്യമേവ ജയതേ എന്ന് ഭാരതത്തിൻ്റെ മുദ്രാവാക്യമായി ജയിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇപ്പം കണ്ടുവരുന്നൊരു ആശയം എന്ന് പറഞ്ഞാൽ, കള്ളം പറയുകയും അസത്യം പ്രവർത്തിക്കുകയും ചെയ്യാമെങ്കിൽ നമ്മൾ മിടുക്കനാണെന്ന് എല്ലാവരും പറയും. നമ്മൾ ഭയങ്കര മിടുക്കനാണെന്ന് പറയും. പക്ഷെ അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അദ്ദേഹം പറഞ്ഞ്, ഞാൻ പലപ്പോഴും കത്തിച്ചാമ്പലാക്കാൻ ശ്രമിച്ചിട്ടും അവിടെ നിന്ന് ഞാൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്നിൻ്റെ ഉള്ളിലെ സത്യസന്ധതയും സ്നേഹവും കൊണ്ടാണ് കയറി വന്നതെന്ന് പറയും. ഒരിക്കൽ എൻ്റെ മകനെ ഞാൻ 4ാമത് തിരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ, ഇപ്പം 5 തിരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചു ഒരേ മണ്ഡലത്തിൽ. 4ാമത്തെ തിരഞ്ഞെടുപ്പ് ഞാൻ ജയിക്കുമ്പോൾ എനിക്ക് ഭൂരിപക്ഷവും വർദ്ധിച്ചു. അപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഇതെങ്ങനെയാ അച്ഛാ വീണ്ടും ജയിക്കും? അപ്പോൾ അതിന് മുമ്പ് 2013 എനിക്കെതിരെ വലിയ പത്രവാർത്തകളും ചാനൽ പ്രവർത്തനങ്ങളും ചർച്ചകളും ഒന്ന് കുഴിച്ചു മൂടിയെന്നാണല്ലേ ഞാൻ വിചാരിച്ചത്. വീണ്ടും ജയിച്ചപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താ വീണ്ടും ചെയ്യും? ഞാൻ പറഞ്ഞു, മക്കളെ വേറൊന്നും കൊണ്ടല്ല, ഈ നാട്ടിലെ മനുഷ്യർക്ക് അച്ഛനോടുള്ള സ്നേഹം, അച്ഛൻ അവരോടുള്ള സ്നേഹം, പിന്നെ ദൈവത്തിൻ്റെ ഒരു കരുണ, ഈ 2-3 കാര്യങ്ങൾ കൊണ്ടാണ് ജയിച്ചത്. അല്ല എൻ്റെ മിടുക്കൊന്നുമല്ല. സ്നേഹമാണ് ഈ ലോകത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന, പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ഒരാൾ എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്നത് അയാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നടപടികൾ. ഒരു കാര്യം ഞാൻ ആലോചിച്ചത്, എന്നെ 2013 ചുട്ടുകരിക്കാൻ ശ്രമിച്ച ഒരാളും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ലൈവായിട്ടില്ല എന്ന അഭിമാനത്തോടെ നിങ്ങൾ ഓർത്ത് നോക്കണം. ഓരോരുത്തരും പേര് ഞാൻ പറയുന്നത് ശരിയല്ല, ഒരു 4-5 പേര്, എന്നെ വളഞ്ഞു നിന്ന് ആക്രമിച്ച ഒരു 4-5 പേര് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ തൂത്തെറിയപ്പെട്ടു. ഇതാണ് കാര്യം. ഇവിടെ വി.കെ. ശശിയേട്ടൻ പറഞ്ഞ കറക്റ്റല്ലേ? അസത്യത്തിന് കൂട്ടുനിന്നാൽ അസത്യം പ്രവർത്തിക്കുന്നവൻ കരിഞ്ഞ് ചാമ്പലാവും. സത്യത്തിനോട് എന്നും തിളങ്ങി തന്നെ നിൽക്കും. ഒരല്പം മങ്ങലൊക്കെ ആദ്യം കാണും, പക്ഷെ തുടച്ചുടച്ച് വരുമ്പോൾ അതിൻ്റെ തിളക്കം കൂടി വരത്തേയുള്ളൂ. ഞാൻ സത്യത്തിൽ വിശ്വസിക്കും. എൻ്റെ ദൈവം സത്യമാണ്. ഞാനൊരു ജാതി മത ചിന്തക്കാരനല്ല, ഞാൻ ദൈവവിശ്വാസിയാണ്. പക്ഷെ ഞാനൊരു മതചിന്തക്കാരനല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, മനുഷ്യനെ സ്നേഹിക്കാൻ വേണമെന്ന് എല്ലാ വേദങ്ങളും നമ്മളെ പഠിപ്പിക്കും. ഒരാളോട് നല്ല സ്നേഹത്തോടെ സംസാരിച്ചാൽ അയാൾക്കുണ്ടാകുന്ന ഒരു കാര്യമൊന്നും നടന്നില്ലെന്നുള്ളത്, നല്ല സ്നേഹത്തോടെ സംസാരിച്ചാൽ തന്നെ അവർക്കൊരു ആശ്വാസം. ഇപ്പോൾ ഒരു രോഗി ഒരു സ്ഥലത്ത് കിടക്കും, നമുക്ക് മരുന്ന് കൊടുക്കാനൊന്നും പറ്റത്തില്ല, നമ്മളെ ഡോക്ടറുമല്ല. ഒന്ന് സമാധാനപ്പെടുത്തിയാൽ, സാന്ത്വന സ്പർശം, അത് ആ രോഗിയിൽ വലിയൊരു ഉണർവുണ്ടാക്കും. ഒരു പരിധിവരെ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ അദ്ദേഹത്തെ സഹായിക്കും. എന്ന് പറഞ്ഞതുപോലെ നല്ലത് ചെയ്യുന്നവരെ നിങ്ങൾ തഴുകണം.
ചീത്ത ചെയ്യുന്നവരെ പുറം കൈകൊണ്ട് തട്ടിക്കളയുകയും ചെയ്യണം എന്നാണ് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്. നാടിനൊരു നന്മയുണ്ടാകുമെങ്കിൽ അവിടെ ചൊറി കേസുകളുമായി നടക്കുന്നത് ശരിയല്ല. അപഖ്യാതികൾ ആളുകളെ പറ്റി പ്രചരിക്കുന്നവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടേണ്ട ഒരു വലിയ സമൂഹത്തിനാണ്. ഒരു വലിയ സമൂഹത്തിന് ഒരുപക്ഷെ പലതും നഷ്ടപ്പെടും. ഇപ്പോൾ പി കെ ശശിയെ ആക്രമിക്കുകയാണ്. അതിൻ്റെ കുഴപ്പം എന്താ? വേറെ കുഴപ്പമൊന്നുമില്ല. ഈ വക സ്ഥാപനങ്ങൾ നടന്നു പോകുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുകയും അനേകം അധ്യാപകർക്കും അധ്യാപികമാർക്കും ജോലി നൽകിയിരിക്കുന്ന ഈ ഭഗത്ത് വലിയൊരു സ്ഥാപനം അത് തകർന്നു വീഴുമ്പോൾ തകരുന്നത് പി കെ ശശിയല്ല, ഒരു മഹത്തായ പ്രസ്ഥാനവും അതിനെ വിശ്വസിച്ചും അതിനെ ആശ്രയിച്ചും ജീവിച്ചവരും ഇവിടെ നിന്ന് പഠിച്ചു പുറത്തുപോയി വലിയ ഉന്നത നിലകളിലെത്തിയ കുട്ടികളും തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ പൂർവ്വ വിദ്യാലയം നശിച്ചു മണ്ണോട് ചേരാൻ ഇടയാക്കുന്നു. ആര്? ചില വാക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നല്ല, കേരളത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് തന്നെ തൂത്തെറിയപ്പെടും എന്നോർത്തുക. മനുഷ്യൻ സത്യം തിരിച്ചറിയണം. നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇങ്ങനെ ഒരു സാധനം പൊക്കി കാണിക്കുകയും ചെയ്യുന്നു. എന്നാ പിടിച്ചോ, കണ്ടോ, അത് അതിനകത്ത് എല്ലാ തെളിവുണ്ടെന്ന് പറയും. കടലാസ് കൊണ്ടോ തെളിവുണ്ടെന്നുകൊണ്ടും കള്ളം പറഞ്ഞ് ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കരുത് എന്ന് എനിക്ക് പറയാം. ഒരു നല്ല മനുഷ്യനാണ് പി കെ ശശിയെക്കുറിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാം, എവിടെയും പറയും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മികച്ച ചെയർമാനാണ്. ഏറ്റവും നല്ല നിലയിലാണ് ഹോട്ടലുകളെല്ലാം, KTDCയുടെ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ. എൻ്റെ നാട്ടിൽ ഒരു സ്ഥാപനമുണ്ട്, അവിടെ എല്ലാം വളരെ മോശമായി കിടന്നാണ്. പക്ഷേ ഇന്നതെല്ലാം നല്ല നിലയിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയുന്ന, വൃത്തിയോടെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല സ്ഥലങ്ങളായി, നല്ല ആഹാരം തരുന്ന, വായിക്ക് രുചിയുള്ള ആഹാരം മാത്രമല്ല വായിക്കും ദോഷമില്ലാത്ത ആഹാരവും തരുന്ന ഒരു നല്ല സ്ഥലമായി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് KTDCയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സാമ്പാർ യൂണിവേഴ്സലാണ്. ഒരു സാമ്പാർ ഉണ്ടാക്കി എല്ലായിടത്തും ഒരേ പോലെ എന്താണെന്നുള്ളത്. മീൻകറി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ഇരിക്കും. പക്ഷെ അതിൽ നിന്ന് മാറിക്കൊണ്ട് വ്യത്യസ്തമായ മെനുവുമായി അദ്ദേഹം മുന്നോട്ട് വന്നു. അതൊക്കെ ആ ടൂറിസം രംഗത്ത് വരുന്ന മാറ്റങ്ങളാണ്. നമ്മൾക്കറിയാലോ, ടൂറിസ്റ്റുകൾ വരും, പാലക്കാട് വരുമ്പോൾ പറയാം രാമശ്ശേരി ഇഡലി കഴിക്കണം എന്ന് പറയും. എന്താണ്? ആ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അല്ലാതെ കൊട്ടാരക്കരയിലും കിട്ടും, തിരുവനന്തപുരത്തും കിട്ടും, പത്തനാപുരത്തും കിട്ടും, പാലക്കാട് കിട്ടുമെങ്കിൽ രാമശ്ശേരി ഇഡലിക്ക് വല്ല വിലയുണ്ടോ? ഇല്ല. അപ്പം അതിനുവേണ്ടി ഒരു ടൂറിസം തന്നെയാണ്, അതിനുവേണ്ടി പാലക്കാടേക്ക് വരിക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു രംഗത്തും അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരി എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിയമസഭയ്ക്ക് അകത്തും പുറത്തും തെളിയിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായി ഞാൻ കാണുന്നത് ഒരു നല്ല മനുഷ്യൻ. ഞാൻ ഈ രീതിയെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വിഷമം. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഇതിനേക്കാളും വലുത് തിന്നിട്ടിരിക്കുകയാണ്. തീ വിഴുങ്ങി പക്ഷി എന്ന് പറയില്ല, അതുപോലെയാണ്. നമ്മൾ തീ വിഴുങ്ങിയ പക്ഷിയാണ്. തീ വിഴുങ്ങിയ പക്ഷി എന്നൊരു പക്ഷിയുണ്ട്. തീയൊന്നും വിഴുങ്ങത്തില്ല, എന്നാലും തീ വിഴുങ്ങിയ പക്ഷി കഴുത്തിന് ഇങ്ങനെ ഒരു തീയുടെ ചുവപ്പ് കളറുണ്ട്, മൃഗശാലയിലൊക്കെ കാണാം. അതുപോലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ട് ഈ ബസ് സ്റ്റേഷനിലൊക്കെ ഒരു പരസ്യം വെച്ചേക്കുന്നു. പി കെ ശശിയെക്കുറിച്ചും പറയേണ്ട ഇതേ കാര്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കരിങ്കുരങ്ങൻ്റെ ഒരു പടം എല്ലായിടത്തും വയ്ക്കും. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, എന്നിൽ ഔഷധമൂല്യമില്ല, എന്നെ ജീവിക്കാൻ അനുവദിക്കും. പി കെ ശശിയുടെ പടം കൊടുത്തിട്ട് അതിനടിയിൽ ഇദ്ദേഹത്തിൽ വലിയ ഔഷധ മൂല്യമൊന്നുമില്ല, പിഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നുമില്ല, അദ്ദേഹത്തെ വിട്ടേക്കൂ എന്നാണ് ശരിക്കും പറഞ്ഞാൽ വയ്ക്കുന്നത്. ഞാനിത് പറയുമായിരുന്നു നേരത്തെ, എന്നിൽ ഔഷധമൂല്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഔഷധമൂല്യം ഉള്ളിടത്ത് പോയി പിടിക്കുക. കള്ളനെ ഇവിടെ ആർക്കും വേണ്ട, കൊള്ളക്കാരനെ ആർക്കും വേണ്ട, പിടിച്ചുവലിക്കാരനെ ആർക്കും വേണ്ട. ആരാണ് മുമ്പിലിരുന്ന് മറ്റവരെ നോക്കി കള്ള 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 എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ പുറകെ പോവേ. മറ്റൊരാളെ ചൂണ്ടി കള്ളനെന്ന് പറഞ്ഞാൽ അവൻ്റെ 5 വിരലുകളും 5 വിരലും 4 വിരലും അവൻ്റെ നേരെ തന്നെ ചൂണ്ടുകയാണ്. അത് ഓർത്താൽ നല്ലതല്ലാരും. മിടുക്കന്മാരും സത്യസന്ധന്മാരും ഒന്ന് അഭിനയിക്കരുത്. അത് അഭിനയിക്കാനുള്ളതല്ല. സത്യസന്ധനാണെന്നും മിടുക്കനാണെന്നും മറ്റുള്ളവർ പറയണം, അല്ല നമ്മളല്ല പറയുന്നത്. ഞാനൊരു ഭയങ്കര ആളാണ് എന്ന് ഞാനല്ല പറയുന്നത്, വേറെ ആളുകളാണ് പറയുന്നത്, കണ്ടു നിൽക്കുന്നവരാണ് പറയുന്നത്. അസത്യം പ്രചരിപ്പിക്കുക. എനിക്ക് മാധ്യമപ്രവർത്തകരോടും പറയാനുള്ളത്, ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ എന്താണ് ഉള്ളുകളിയും മനസ്സിലാക്കണം. കിട്ടിയ പാടെ എടുത്തിട്ടങ്ങ് അലക്കുന്നതിനേക്കാൾ മുമ്പേ ഒന്ന് ആലോചിക്കുക, ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ, കഴമ്പ് വല്ലതും ഉണ്ടോ. കാരണം കുഴപ്പമെന്താണെന്നറിയാമോ? നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങളുടെ വിശ്വാസതയാണ്. കഴമ്പില്ലാത്ത കാര്യം എഴുതി വിട്ടാൽ ഈ വായിക്കുന്നവനും കാണുന്നവനും വെറും പൊട്ടന്മാരാണ് എന്ന് വിചാരിക്കരുത്. ഒരു ചാനലിൻ്റെ ബോർഡിൽ തന്നെ പറയുന്നുണ്ട് പൊതുജനം കഴുതയല്ല എന്ന്. അത് നിങ്ങളും മനസ്സിലാക്കുന്നതാണ്. തുറന്നങ്ങ് പറയാം, മാധ്യമങ്ങൾ മനസ്സിലാക്കണം, പൊതുജനം കഴുതയല്ല. അതായത് നമ്മൾ ഒരുത്തനെ കരിവാരി തെച്ച് നശിപ്പിക്കാൻ കൂട്ടത്തോടെ ഇറങ്ങി തിരിച്ചാലും സത്യം തിരിച്ചറിയുന്ന മനുഷ്യനുണ്ട്. യാതൊരു ഒരു തെറ്റിദ്ധാരണകളും ഒരു ദുഷ്പ്രചരണങ്ങളും ഫലിക്കില്ല. കാരണം മനുഷ്യനറിയാം ആരാണ് സത്യസന്ധൻ, ആരാണ് നല്ലവൻ, ആരെ കൊണ്ടാണ് എനിക്ക് ഗുണമുള്ളത്, ആരെ കൊണ്ടാണ് ഈ സമൂഹത്തിന് ഗുണമുള്ളത്, ഈ നാടിന് ഗുണമുള്ളത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും. നമ്മൾ താൽക്കാലികമായ ഒരാളെ ഇച്ചിരി കരിവാരി തേക്കാം എന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല. എൻ്റെ പുറത്ത് എത്ര വാരി തേച്ചാലും ഞാൻ അറിയാമില്ല. ഞാൻ ടിവിയും കാണാറില്ല, പത്രവും വായിക്കാറില്ല. 2013 ശേഷം ഞാൻ പേപ്പർ വായിച്ചിട്ടില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ടി വി ന്യൂസും കാണാറില്ല, സോഷ്യൽ മീഡിയയും നോക്കാറില്ല. എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല, ഒരു വാട്സാപ്പില്ല, ഒന്നും. മന്ത്രിയായപ്പോൾ അവർ ഓഫീസ് വണ്ടി ഫോണിനകത്ത് ഒരു വാട്സാപ്പ് അവർ ഉപയോഗിക്കുന്നുണ്ട്, ആളുകളുടെ പരാതികൾ എഴുതി അയക്കാൻ വേണ്ടി. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ അറിയേണ്ട കാര്യങ്ങൾ അറിയും.
ധാരാളം ബുക്കുകൾ വായിക്കും. അപ്പം നമ്മളൊരു ഒരു 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 സമൂഹത്തിൻ്റെ മുമ്പിൽ ആളുകളെ ചെറുതായി, കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നവരൊക്കെ നാളെ ജേർണലിസ്റ്റുകളൊക്കെ ആയിരുന്നു, വലിയ വലിയ രോഗമറിയുന്ന ജേർണലിസ്റ്റുകളായിരുന്നു. ഒറ്റ കാര്യം, സത്യം അന്വേഷിച്ചിട്ട് എഴുതുക. അപ്പം നല്ലതാണ്. ഞാൻ ആദ്യം അറിയിച്ചു എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു നാട്ടിലൊരു മോശം കാര്യം നടന്നാൽ ആദ്യം ഞാൻ അറിയിക്കും. മറ്റേ ആളിൻ്റെ മോള് ഭർത്താവില്ലാതെ ഗർഭം ധരിച്ചു, അത് ആദ്യം ഞാൻ അറിയിക്കും എന്ന് പറയുന്നൊരു മര്യാദയാണ്. അത് അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് വൃത്തികെട്ട കാര്യമാണ്. അത് വെളിയിൽ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞ് ആനന്ദിക്കാനുള്ള സാധനമാണ്. ആദ്യം ഞാൻ അറിയിക്കും, ഫസ്റ്റ് ഞാനാണ്. അതൊരു നല്ല കാര്യമല്ല എന്ന് പറയണം. ആര് ഫസ്റ്റ് വന്നാലും ലാസ്റ്റ് വന്നാലും നമുക്ക് അറിയേണ്ട കാര്യം അറിഞ്ഞാൽ പോയി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. മറ്റുള്ളവരെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറേണ്ടായിരുന്നു നമുക്കുണ്ട്. ഒരാളെ കള്ളനെന്ന മുദ്ര കുത്തുമ്പോൾ അവരറിയുന്നില്ല. നാളെ അയാൾ സത്യസന്ധനാണെങ്കിൽ എങ്ങനെ തിരിച്ചു കൊടുക്കാം? ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു, നമ്പി നാരായണന്റെ ജീവിതം കേരളത്തിലെ മാധ്യമങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്പി നാരായണൻ, ഞാനിവിടെ പോയി പേപ്പർ വായിക്കാത്ത ആളൊന്നല്ല, അന്ന് പേപ്പർ വായിക്കുമായിരുന്നു, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. നമ്പി നാരായണൻ സിനിമയിലൊക്കെ അഭിനയിച്ചു. നമ്പി നാരായണൻ എന്ന ഒരു ശാസ്ത്രജ്ഞനെ, ഒരു സാധു മനുഷ്യനെ കള്ളനെന്ന് മുദ്ര കുത്തി കുറച്ച് പോലീസുകാർ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, CBI തെളിയിക്കുന്നു, സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയും നമ്പി നാരായണൻ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായി. ഈ നാട്ടിക്കാനും ദൂഷിപ്പിക്കാനും നടക്കുന്നവർ നമ്പി നാരായണൻ. പേപ്പർ അങ്ങോട്ട് തുറന്നാലുണ്ടല്ലോ 6-8 പേജ് ഉണ്ടെങ്കിൽ 8 പേജിൽ നമ്പി നാരായണൻ, പിന്നെ ചാര വനിത, പിന്നെ എന്തൊക്കെ പേരുകളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടിട്ടില്ലാത്ത കുറെ പേരുകൾ. പിന്നെ ക്ലിയോപാട്രയുടെ തലയൊക്കെ വെച്ചിട്ട് അത് മാതാഹരി, ഇതൊക്കെ പണ്ട് പത്രത്തെ വായിച്ചത് നല്ല ഓർമ്മയുണ്ട് പോലും എനിക്ക്. ഇപ്പം എല്ലാവരും പറയുന്നത് നമ്പി നാരായണൻ ഒരു മഹാനാണ്, അദ്ദേഹത്തിന് 50 ലക്ഷം കൊടുത്താൽ പോരാ, 5 കോടി കൊടുക്കണം. അതേ ആളുകളൊക്കെ തന്നെ പറയുന്നുള്ളത്. ആളുകൾ മറന്നു പോകുന്നവരാണ്, വെറും പൊട്ടന്മാരാണെന്ന് കരുതരുത്. രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഞാൻ വായിച്ച ആ വാർത്ത, സത്യമറിയാതെ ഞാൻ വായിച്ച ആ വാർത്ത, അതിനെ ഫോളോ ചെയ്തതിൻ്റെ കുറ്റബോധം എനിക്കിന്നുമുണ്ട്. വലിയ 2 ശാസ്ത്രജ്ഞർ, നമ്പിനാരായണൻ മാത്രമല്ല, ശശികുമാർ എന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പിന്നെ ഒരു പോരാട്ടത്തിന് മുന്നോട്ട് വന്നില്ല. അദ്ദേഹം എവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പോരാട്ടത്തിന് വന്നില്ല. പക്ഷെ നമ്പിനാരായണൻ നടത്തിയ പോരാട്ടം നിയമവ്യവസ്ഥയ്ക്കെതിരെ മാത്രമല്ല, മാധ്യമ ദുഷ്ടത്തരത്തിലൂടെയാണ്. നമ്മളൊരാളെ കള്ളനെന്ന് മുദ്ര കുത്തി, ചാരനെന്ന് മുദ്ര കുത്തി. എനിക്കിപ്പോഴും അറിയാം, ശ്രീ കെ കരുണാകരൻ അന്ന് 96 ഞാൻ ഓർക്കാൻ കാര്യം, ഞാനത് രാഷ്ട്രീയത്തിലൊന്നുമില്ല, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച ഒരു രംഗം ഉണ്ടായിരുന്നു. ആ ഇരുന്ന ആൾക്കൂട്ടം, അന്ന് കൂക്കി വിളിച്ച ആൾക്കൂട്ടം, ഇന്ന് അതേ പറയുന്ന ശ്രീവാസ്തവ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് കെ കരുണാകരനെ ഈ ചാരക്കേസിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള വലിയ ശ്രമം നടന്നു. ഈ ശ്രമത്തിന്റെ പരിണത ഫലം എന്ന് പറയുന്നത്, അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്ന അമ്മ അസോസിയേഷൻ ആദ്യമായി ഒരു താരനിശ്ചത ഘടിപ്പിച്ചു. ഷോ 95 95 ആദ്യത്തെ പ്രോഗ്രാമാണ് തിരുവനന്തപുരം ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലാണ് നടന്നത്. ആ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ സിമെന്റ് കൊണ്ടുള്ള കൽപ്പടവുകളൊക്കെ ഉണ്ട്. ആരും അതിനെ തിരിക്കുന്ന എന്നൊക്കെ കണ്ടിട്ടില്ല, അന്ന് മാത്രമേ കണ്ടുള്ളൂ. ആ സ്റ്റേഡിയത്തിന്റെ പടിക്കെട്ടുകൾ മുതൽ ഫ്രണ്ട് റോ വരെ ഇരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സ്വരത്തിൽ ശ്രീ കെ കരുണാകരനെ കൂവി. ഇത് വിശ്വസിച്ചിട്ട് ഈ പറയുന്ന എല്ലാം സത്യമാണ്, കെ കരുണാകരൻ ചാരനാണ്, നമ്പിനാരായണൻ ചാരനാണ്, ശശികുമാർ ചാരനാണ്, പിന്നെ ശ്രീവാസ്തവ ചാരനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും കൂവിയ ഒരു ആരവമുണ്ട്. പക്ഷേ ലീഡർ അതിനൊപ്പം ചലിച്ചില്ല, അവിടെ നിന്ന് പതുക്കെ പോയി. ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോയി വന്ന സ്പീഡിൽ തന്നെ. പക്ഷെ ഒരു കാര്യം നമ്മളാണെങ്കിൽ അന്ന് കൂക്കി വിളിച്ചവർ ഇന്ന് ആലോചിക്കണം, സത്യമായിരുന്നു. ഇന്ത്യയുടെ ബഹുമാന സുപ്രീം കോടതി പറയുന്നു സത്യമല്ല, തെറ്റാണ്, ഇതിനെതിരെ CBI അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ പരമോന്നത നീതിപീഠം പറയുകയാണ് ഇത് തെറ്റാണ്, ഇത്തരത്തിലൊരു ചാരപ്രവൃത്തിയും നടന്നിട്ടില്ല. CBI കണ്ടെത്തി ഒരു ചാരപ്രവൃത്തിയും നടന്നിട്ടില്ല. ഇവരെല്ലാം കുറ്റവിമുക്തരാക്കി നഷ്ടപരിഹാരം കൊടുക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അപ്പോൾ കൂവിയവരും എഴുതിയവരും ഞാനിപ്പോൾ പെൻഷൻ പറ്റിയെന്ന് പറഞ്ഞൊരു കാര്യമല്ല. ചെയ്ത പാപത്തിന് ആദ്യം പ്രായച്ചിത്തം ഒരു കാളത്തിൽ കൊടുത്തിട്ട് നമ്മൾ തട്ടിക്കും. ഒരു സ്ഥലത്തൊരു ടേണിംഗ് പോയിന്റ് വേണം. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ആ തെറ്റ് പൊറുക്കണം എന്ന് ജനങ്ങൾ പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അന്നുണ്ടായിരുന്നവരെല്ലാം ചത്തുപോയി എന്ന് വിചാരിക്കുക. ആളുകളെ പരിഹസിക്കാൻ, ആളുകളെ അധിക്ഷേപിക്കാൻ, ആളുകളെ കരിവാരിത്തേക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതുകൊണ്ട് ഒരുവരെ നഷ്ടപ്പെടുന്നതും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന നമ്പിനാരായണൻ നമ്മുടെ മുമ്പിൽ ഉദാഹരണം. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എൻ്റെ കുഞ്ഞു മക്കളോടും കൂടെ ഞാൻ പറയാം, നിങ്ങൾ വളർന്നു വരുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കാത് കൊടുക്കരുത്, കണ്ണ് കൊടുക്കരുത്, ഒരു കാരണവശാലും ശ്രദ്ധിക്കുക പോലും ചെയ്യും. വാട്സാപ്പും മൊബൈലും ഒക്കെ ഉണ്ട്, നമുക്ക് ഫേസ്ബുക്കും അതിൽ വരുമ്പോൾ
വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെ ഫോർവേഡ് ചെയ്യാൻ പാടില്ലെന്നൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുക. നമ്മുടെ സമൂഹത്തിൽ വിഷം തുപ്പുന്നവരായി മാറുക. ഉപയോഗിക്കാൻ കൊള്ളാത്ത സഭ്യേതര ഭാഷകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമൻ്റ് അടിക്കുമ്പോൾ അതിനെ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ നിലവാരവും അതിലേക്ക് പോവുകയാണെന്ന് ചിന്തിക്കുക. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കളിക്കുന്നവരാലോചിക്കണം. അസഭ്യം പറഞ്ഞൊരു വൃത്തികെട്ട വാർത്ത വരുന്നു, അതിൻ്റെ താഴെ ആയിക്കൊള്ളാത്ത അസഭ്യമെല്ലാം പറയുന്നു. ഇത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരാളാണ്. ഇത് ഫോർവേഡ് ചെയ്ത് നമ്മുടെ 50 സുഹൃത്തുക്കൾ കൊടുക്കുക. നമ്മളാണ് ഏറ്റവും മോശക്കാരൻ. കാരണം സംസ്കാരശൂന്യനായ ഒരുത്തൻ്റെ വാക്കുകളെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ അതിനേക്കാൾ സംസ്കാരശൂന്യനാണ്. നമ്മളത്രയും കാര്യങ്ങൾ ഉപേക്ഷിക്കണം. നമ്മൾ നല്ല മനുഷ്യരായി ജീവിക്കണം. നമുക്ക് ആരെയും അപമാനിക്കാം, പക്ഷെ ഒരാളെ ആരെ വേണമെങ്കിൽ ഉപദ്രവിക്കാം, ഒരാളെ സഹായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കോളേജ് എത്രയും മനോഹരമായി നടക്കും. അത് നടന്നു പോകുമ്പോൾ ഇതിനെ തകർക്കണമെന്ന് ശ്രദ്ധിക്കുന്ന ക്ഷുദ്രജീവികൾ, അത്തരം ക്ഷുദ്രജീവികളെ നമ്മൾ തിരിച്ചറിയണം. അവരെയും പറഞ്ഞ കണക്ക് രാഷ്ട്രീയത്തിൽ നിന്നല്ല എല്ലാ രംഗത്തുനിന്നും വാനിഷ് ചെയ്ത് വട്ടപൂജ്യം എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. ആ വട്ടപൂജ്യത്തിന് താഴേക്ക് പാതാളത്തിലേക്ക് അവർ പോകണം. കാരണം അത്തരം ആളുകൾ ഈ ഒരു പ്രസ്ഥാനം നശിച്ചാൽ അവിടെ നഷ്ടപ്പെടുന്നത് പി കെ ശശിക്കല്ല, ഇവിടെയുള്ള ബോർഡ് മെമ്പർമാർക്കല്ല, ഡോക്ടർക്കല്ല. ഡോക്ടർക്ക് ഒന്നാമതൊരു ആശുപത്രിയുണ്ട്, പാരമ്പര്യമായി അദ്ദേഹം സമ്പന്നനുമാണ്, അദ്ദേഹം പ്രഗത്ഭനുമാണ്, അദ്ദേഹത്തിന് വലിയ അംഗീകാരമുള്ള ആളാണ്. അദ്ദേഹത്തിനൊന്നും നഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി തരുന്നല്ലോ എന്ന് ആലോചിച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം തിരക്കുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം നമുക്ക് തരുന്നു എന്നാണ് ഭാഗ്യം. ഒരു നല്ല പ്രസ്ഥാനം. ഞാൻ പ്രിൻസിപ്പലിനെ ജോൺ മാത്യു സാറിനെ അഭിനന്ദിക്കണം. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, അതിലെനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹം പത്തനാപുരത്തുകാരനാണ്. ഇവിടെ വന്നപ്പോഴേണ്ടോ ഞങ്ങൾ നാട്ടുകാരാന്ന് പറഞ്ഞു. സാറ് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നു. എക്കണോമിക്സ് BA പഠിക്കാൻ ആളില്ല, മലയാളം BA പഠിക്കാൻ ആളില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ ആളില്ല, MAക്ക് ആർക്കും മലയാളം MAക്ക് ആളില്ല. എല്ലാ സ്ഥലത്തും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ കോളേജുകളിലും തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടേക്കുള്ള ഇതുപോലുള്ള സ്വാശ്രയ കോളേജുകൾ പലതും അടച്ചു കൂട്ടുന്നതിന് വക്കി നിൽക്കുകയാണ്. ബഹുമാനായ ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി, കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞു, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത ആശയം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായ പുരോഗതിയാണ്. ഞാൻ ഇന്ന് ഭീമാട് സ്കൂളിൽ പോയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, നല്ല മനോഹരമായ 3 കോടിയുടെ കെട്ടിടം വരാൻ പോകുന്നു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ഒരു UPSന് 1300-ലധികം കുഞ്ഞുങ്ങളുണ്ട് അവിടെ പഠിക്കാൻ. എനിക്ക് അഭിമാനം തോന്നി. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ 1ാം പിണറായി സർക്കാരിൽ മുന്നോട്ട് വെച്ച ആശയമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തും. അത് ശക്തിപ്പെട്ടില്ലേ? 1300 കുട്ടികൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ്സിനുള്ളിൽ ഭീമാട് സ്കൂളിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയുന്ന അഭിമാനകരമായ നേട്ടമാണ്. നിങ്ങൾ ആലോചിക്കും. 5 ലക്ഷം കുട്ടികൾ, 6 ലക്ഷത്തോളം കുട്ടികൾ സ്വകാര്യ സ്വാശ്രയ സ്കൂളുകളിൽ നിന്ന് മാറി കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലേക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്കും വന്നു എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ വിജയമാണെന്നുള്ളതാണ്. അത് പൊതുവിദ്യാഭ്യാസ രംഗം. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗം. ഇതേ കാരണം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടികൾ പഠിക്കാൻ വിദേശത്ത് പോകുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നാണ്യം അവിടെ എത്തുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അവരുടെ അവസ്ഥ എന്താണ്, അവർക്ക് അപകടമുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ താമസിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച് ഏറ്റവും ഉന്നതമായ ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകളുടെ ഡിഗ്രികൾ ഇവിടുന്ന് എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഞാനും ആഗ്രഹിക്കുന്നു. എനിക്ക് പറയാൻ കഴിയുന്നുള്ള കാര്യം, നല്ല വിദ്യാഭ്യാസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നല്ല കെട്ടിടങ്ങളും നല്ല ബെഞ്ചും ഡെസ്കും ഫാനും ലൈറ്റും ഇട്ട ക്ലാസ് മുറി ഉണ്ടാവണമെന്ന് 2001 ഞാൻ കേരളത്തിൽ ആദ്യമായ ഒരു MLA ആയ കാലം മുതൽ ഞാൻ വാദിക്കുന്നതാണ്. പക്ഷേ ഒടുവിൽ ഞാൻ സന്തോഷത്തിലെത്തിയത് എൻ്റെ മണ്ഡലത്തിൽ ഇത് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ തുടങ്ങി. സ്കൂൾ കെട്ടിടങ്ങളെല്ലാം ഞാൻ തന്നെ 2 കോടി 2.5 കോടിക്ക് ഞാൻ തന്നെ പണിയാൻ തുടങ്ങി, ബഹുനില മന്ദിരങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞ് 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആ സർക്കാർ എല്ലാ സ്ഥലത്തും പുതിയ കെട്ടിടം 2016 മുതൽ 2015-14 കാലഘട്ടത്തിൽ എൻ്റെ മണ്ഡലത്തിലെ എല്ലാ ഹൈസ്കൂളുകൾക്കും 1 കോടിയിലധികം ചിലവാക്കി 2 കോടി ചിലവാക്കി ഇതുപോലുള്ള ബഹുനില മന്ദിരങ്ങൾ ഞാൻ പണിഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് സൗകര്യമായി. ഇവിടെ ഇന്ന് പറഞ്ഞു, ശംസുദ്ദീൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഓരോ കെട്ടിടം കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് അതുപോലെ കിട്ടി. കാരണം ഞാൻ MLA ഫണ്ട് കൊടുത്തത് കൂടാതെ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കിട്ടിയ ഫണ്ട് കൂടെ ഉപയോഗിച്ച് 48 സ്കൂളുകൾക്ക് കെട്ടിടം പണിയുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് 48 കെട്ടിടങ്ങളാണ് പറഞ്ഞത്. പണി തീർന്നതും ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ളത്. ഇനി പണി നടന്നുകൊണ്ടിരിക്കുന്നത് വേറെയുണ്ട്. നമ്മൾ ആലോചിക്കണം, അത്തരത്തിലുള്ള വലിയ പരിഷ്കാരം വന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബെഞ്ചും ഡെസ്കും ഫാനും ലൈറ്റും എല്ലാ സൗകര്യവും കൂടി ഉറപ്പുള്ള നല്ല കെട്ടിടത്തിൽ നിന്ന് പഠിക്കുന്നു. അവിടെ നല്ല വിദ്യാഭ്യാസം. എല്ലാ ക്ലാസ്സുകളിലും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കുന്നു. വെറുതെ ഇംഗ്ലീഷ് മീഡിയത്തിന് കൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾ കൂടുതൽ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിക്കുന്നത്. മലയാളം മീഡിയം സ്കൂളാണെങ്കിലും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സർക്കാർ അനുവാദം കൊടുത്തു. അത് നന്നായി എന്നുള്ള അഭിപ്രായം. നിങ്ങളും ഞാനും കൊതിക്കുന്നത് എൻ്റെ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ളതാണ്. അത് നൽകുന്നതിൽ യൂണിവേഴ്സൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
ചെറിയ ക്ലാസ് മുതൽ ഇങ്ങോട്ട് എല്ലാ ക്ലാസ്സുകളും ഡിഗ്രി വരെ. ഇവിടെ പറഞ്ഞു KG മുതൽ PG വരെ വളരെ നല്ല കാര്യമാണ്. KG മുതൽ PG വരെ ഈ ഒരു സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കീഴിൽ ഇത്രയും വലിയ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്താൻ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ 1-2 അലവലാദികൾ വിചാരിച്ചാൽ മതി. പക്ഷെ അങ്ങനെ നശിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല. ജനങ്ങൾ, മണ്ണാർക്കാടിലെ ജനങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം തലയുയർത്തി നിൽക്കാൻ അഭിമാനത്തോടെ കൂട്ടു നിൽക്കണം എന്ന് സ്നേഹത്തോടെ എനിക്ക് പറയാനുണ്ട്. അത്തരം ക്ഷുദ്രജീവികളെ നമ്മുടെ പരിസരത്ത് ഓടിക്കണം. അവർക്കിനി വേഷമില്ല, അവരിൽ ഈ കഥയിൽ അവർക്ക് റോളില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വിജയത്തിൽ ഇന്ന് വിജയോത്സവമാണ്. കേരളത്തിൽ ഒന്നാമതെത്തിയ സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയും. ആ വിജയോത്സവത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. ബഹുമാനപ്പെട്ട CPK ശശിയേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അത്ര വലുതാണ്. കാരണം ഞാൻ ഒരു സ്ഥലത്തും പ്രോഗ്രാമിന് പോകാറില്ല. കാരണം ഞാൻ എന്താ പോകാത്തതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, 2-3 കാര്യങ്ങൾ. ഒന്ന്, 2001 മന്ത്രിയായി, 2011 മന്ത്രിയായി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകാവുന്നിടത്തല്ല പോയി. അവസാനം എനിക്കൊരാവശ്യം വന്നപ്പോൾ എല്ലാവരും കൂടെ എന്നെ ആക്രമിക്കുമ്പോൾ ആരുടെ ശബ്ദം കേട്ടില്ല എന്നെ സഹായിക്കാൻ. അപ്പോൾ ഇനി ഇറങ്ങി നടക്കണ്ട, സർക്കാരിൻ്റെ ഡീസലും പെട്രോളും കളയണ്ട എന്ന് വിചാരിച്ചാണ് പോകാം. ഞാൻ അതിന് തയ്യാറല്ല. മാത്രമല്ല, എനിക്ക് തന്ന വകുപ്പ് KSRTC ആണ്. അത് തരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഇതിനെ ഒന്ന് പച്ചപിടിപ്പിക്കണം, ഒറ്റത്തവണയായി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് എന്നോട് പറയുമ്പോൾ ശരിയാണ്, ഞാൻ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും കിട്ടി. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ശരിയാണെങ്കിൽ, മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ഒരുമിച്ച് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തടസ്സം വന്നാൽ എന്നെ കുറ്റം പറയരുത്. ഇയാൾ പറഞ്ഞിട്ട് നടത്തിയില്ല, ഒരു ചെറിയ ശതമാനമുണ്ട്, ചില പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനുണ്ട്. പക്ഷേ എന്നാലും 99% പ്രശ്നങ്ങളും ഇന്നലെ വൈകിട്ടോടുകൂടി സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു നടത്തിപ്പാണ്. അതിനും കേരള ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും എല്ലാം സഹായമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളത് ചെയ്യും. എല്ലാ മാസങ്ങളിലും കൃത്യമായി 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഗ്രഹം, KSRTC ജീവനക്കാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ കഴിവൊന്നുമല്ല, നിങ്ങളെല്ലാം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്നതിന് പകരം വേറെ ചില കിണ്ണാണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ നോ കമൻസേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അത് ഇവിടുത്തെ ഒരു വിഷയമല്ല. ഇവിടുത്തെ വിഷയം KSRTC വണ്ടികൾ നന്നായി ഓടുമോ? ഗണേഷ് കുമാറിന് ചോദിക്കേണ്ടവരെ, ഇയാൾ നന്നായി ഓടിക്കുമോ? ഏതാ പുതിയ വണ്ടികൾ തുടങ്ങുന്നേ? എന്തൊക്കെ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് കിട്ടും? ഇവിടെ ബസ് സ്റ്റേഷനുകൾ എങ്ങനെ നടത്താൻ പോകുന്നു? അതാണ് ചോദിക്കേണ്ടത്. അല്ലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എന്നിൽ നിന്ന് മറുപടി ആരും പ്രതീക്ഷിക്കേണ്ട, ഞാൻ തരത്തില്ല. അതിനൊന്നും ഈ രാജ്യത്ത് യാതൊരു പ്രസക്തിയുള്ള കാര്യങ്ങളല്ല ചോദിക്കേണ്ട. നമ്മളെ ഒരു ചോദിക്കുമ്പം ഒരാളെ കാണുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കും. അല്ലാണ്ട് ഒരു ബന്ധമില്ലാത്ത പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ നാട്ടിൽ പണിയില്ലാത്തമാർ പല പണിക്കും പോകും, അതിൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അതൊന്നും പറയുന്നത് സമയമില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ സമയമില്ല. ഷംസുദിനെ എന്നെ കാണാൻ വരുമ്പോൾ എപ്പോഴും ആളാണല്ലോ ഓഫീസിന്. ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന എൻ്റെ അടുത്താണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഷംസുദിനൊക്കെ വരുമ്പോൾ MLA-മാരെ പ്രത്യേകം കടത്തി വിടും. പക്ഷേ എന്നാലും നിറച്ച ആളായിട്ട് ഇന്ന് മെമ്പർ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ഒരു തൊട്ടടുത്ത പഞ്ചായത്തിലെ എന്നോട് പറഞ്ഞു, ഞങ്ങളവിടെ മന്ത്രിയെ കാണാൻ വന്നിരുന്നു, അവിടത്തെ തിരക്ക് കാരണം ഞങ്ങൾ കയറിയില്ല, അങ്ങ് പോയി എന്ന് പറഞ്ഞു. എല്ലാവരും വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ തിരക്കിനിടയിലൊക്കെ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കേരളത്തിലെ കോവിഡിന് ശേഷം നഷ്ടപ്പെട്ടു പോയ KSRTC പൊതുഗതാഗതം നമ്മുടെ ഇന്ത്യയിലെ ശരാശരി കണക്കിൽ വെച്ച് നോക്കിയാൽ കേരളത്തിലെ ഓരോ വീട്ടിലും 1.5 വണ്ടി ഉണ്ടെന്നാണ് കണക്ക്. എന്താണ്? പൊതുഗതാഗതത്തെ ആശ്രയിക്കാത്തതുകൊണ്ടാണ്. കോവിഡിൻ്റെ കാലത്ത് എല്ലാവരും സ്കൂട്ടർ വാങ്ങിച്ചു, എല്ലാവരും കാറ് വാങ്ങിച്ചു, അല്ലെ ഒരുവിധം നിവൃത്തിയുള്ളവരെല്ലാം വാങ്ങിച്ചു, സ്കൂട്ടറും വാങ്ങിച്ചു. കേരളത്തിലെ KSRTC പോലുള്ള പൊതുഗതാഗതത്തെ പ്രൈവറ്റ് ബസ് അടക്കമുള്ളതിനെ ഉപേക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ അവരെ തിരിച്ച് ആകർഷിച്ച് പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരൽ മാത്രമാണ് ഒരു പരിഹാരം. അതിനുവേണ്ടിയുള്ള അതിനൂതനമായ പരിഷ്കാരങ്ങൾ KSRTC 2-3 മാസത്തിനുള്ളിൽ നിലവിൽ വരും. നല്ല റെസ്റ്റോറൻറ്റുകൾ, നല്ല ടോയ്ലറ്റുകൾ, നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, അതിലെ കിച്ചനുകൾ. എന്തിന്? വണ്ടി കടന്നു പോകുന്ന വഴിയിൽ നിർത്തി ആഹാരം കഴിക്കുന്ന കടകൾ പോലും മാറാൻ പോവുകയാണ്. നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല വൃത്തിയുള്ള കടകൾ മാത്രം അപേക്ഷിക്കാം. ഒരു പൈസയും KSRTC തരണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങളുടെ കടയിൽ മുമ്പിൽ 2 ബസ് നിർത്താനുള്ള സ്ഥലം വേണം. ട്രാഫിക് കൺജഷൻ ഉണ്ടാവരുത്. AC ഡൈനിങ് ഹോളുണ്ടോ? ഓക്കെ. ഫുഡിൻ്റെ മെനു നമുക്ക് തരിക, കിച്ചൻ്റെ ഫോട്ടോ എല്ലാം തരിക. ഒരു വിദഗ്ധ സംഘം അത് പരിശോധിക്കാൻ വരും. പരിശോധിച്ചുകൊണ്ട് അവിടെ മാത്രമായിരിക്കും ഇനി KSRTC ബസ്സുകൾ നിർത്തുക. തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും നമ്മുടെ ബസ്സുകൾ പോകുന്ന വഴിക്കുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും നമ്മൾ ക്ലാസ് ചെയ്യാൻ പോകും. വഴി നിർത്തി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി ഇനിയില്ല. ടോയ്ലറ്റ് സൗകര്യങ്ങൾ വേണം, ന്യായവിലയായിരിക്കണം, നല്ല ഭക്ഷണമായിരിക്കണം, നല്ല സർവീസ് ആയിരിക്കണം. ഇത് ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത്തരം മാറ്റങ്ങൾ പൊതുഗതാഗതത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം ഇതെല്ലാം നിലനിൽക്കേണ്ടതാണെന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖ്യ ലക്ഷ്യം അതാണ്.
അതിൽ സഹകരണ രംഗം വഹിക്കുന്ന വലിയ പങ്ക്. ഞങ്ങളുടെ നാട്ടിൽ സഹകരണ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, അതുപോലെ ഇപ്പോൾ നേഴ്സിംഗ് കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം സഹകരണ രംഗത്തിൻ്റെ വളർച്ചയാണ്. അതിന് കൊടുക്കുന്ന നേതൃത്വം, ആ നേതൃത്വം എന്നും ഉണ്ടാവണം. പി കെ ശശിയെ പോലുള്ള പ്രഗത്ഭരായ ആളുകൾ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകണം. ഡോക്ടറെ പോലുള്ള ആളുകൾ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ ബോർഡിലുള്ള വനിതകളൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല താല്പര്യമുള്ളവരാണ്. ഈ കോളേജിലെ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കാണുന്നവരാണ്. അവരുടെ ആ താല്പര്യം കാണുമ്പോൾ നമുക്കറിയാം. ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിജയോത്സവം, ഇത് വിജയത്തിൻ്റെ ഉത്സവം തന്നെയാണ്. വിജയോത്സവം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ സർവോപരി ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.